ഞങ്ങളുടെ പൈസയാണ് ഞങ്ങൾക്ക് തിരിച്ചു തരാനുള്ളത്. അതായത് ഒരു 60,000 കോടി രൂപ തന്നെ അൺക്ലെയിംഡ് ഫണ്ടായിട്ട് കിടക്കുകയാണ് PF-ൽ. അതിൻ്റെ പലിശ തന്നെ നമുക്ക് തന്നാൽ മതി. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊന്നും ഒരു പൈസ എടുത്ത് ഈ പാവപ്പെട്ട നമുക്ക് പെൻഷൻകാർക്ക് തരേണ്ട കാര്യമില്ല. ഒന്നും ചെയ്യാത്ത ഒന്നിനും കൊള്ളാത്തവരായി ഇപ്പം ഈ തുച്ഛമായ വേതനം കൊണ്ടാണ് നമ്മളിപ്പം കഴിയുന്നത്. 2020 പറയുമ്പോൾ എനിക്ക് 4,000 രൂപ എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ മാത്രം വേണ്ടി വരും. പിന്നെ ഒരു കാര്യം നടക്കില്ല. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികളെ ഞാൻ പാടുപെട്ട് ജയമന്നമെല്ലാം പൈസ കൊണ്ടുതന്നെ എല്ലാം കഴിച്ച് അയച്ചു. സുപ്രീം കോടതി നമുക്ക് അനുകൂലമായിട്ട് വിധിച്ചിട്ട് പോലും അതിനെതിരെ സർക്കാരും ഈ EPS അംഗങ്ങൾക്ക് എതിരായിട്ട് തന്നെ അപ്പീൽ പോയി. അത് വളരെ വഞ്ചനാകരമായ ഒരു കാര്യമാണ്. 1 രൂപ മാസം കിട്ടുന്ന 54 പേരുണ്ടെന്നാണ് കണക്ക്. കേന്ദ്ര ഭരണകക്ഷികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ റോഡൻ ഫണ്ട് പെൻഷൻകാരും അവരുടെ കുടുംബാംഗങ്ങളും വോട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ്. കേരളത്തിലെ ഏകദേശം 3 ലക്ഷത്തിൽ പരം പെൻഷൻകാർ കേരളത്തിലുണ്ട്. ഏകദേശം 66,000 കോടി രൂപ റോഡൻ ഫണ്ടിൽ കിടക്കുകയാണ്, അവകാശങ്ങളില്ലാതെ കിടക്കുകയാണ്. അതിൻ്റെ ഒരു ശതമാനം എടുത്ത് കൊടുത്താൽ പോലും ഒരാളിന് മിനിമം 10,000 രൂപ പെൻഷൻ പ്രതിമാസം പെൻഷൻ കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കേന്ദ്ര സർക്കാർ EPF പെൻഷൻ ആനുകൂല്യം നിരസിക്കുന്നതിനെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് EPF പെൻഷനേഴ്സ് സംസ്ഥാന കമ്മിറ്റി അംഗം M രാജശേഖരനാണ്. കേരളത്തിൽ എത്ര പേര് ഇങ്ങനെ പെൻഷൻ ആനുകൂല്യം ലഭിക്കാതെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്? കേരളത്തിൽ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മാത്രം കണക്ക് ഞാൻ പറഞ്ഞുതരാം. 56,000 പേര് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. ഏകദേശം കേരളത്തിലെ ഏകദേശം 3 ലക്ഷത്തിൽ പരം പെൻഷൻകാർ കേരളത്തിലുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. വളരെ നല്ല ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്നവർ സുപ്രീം കോടതിയിലും മറ്റു കേസിന് പോയി ലഭിച്ച ആനുകൂല്യങ്ങൾ പോലും ഇപ്പോൾ അവരിൽ നിന്ന് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 25% തുക ശമ്പളത്തിൽ നിന്നും EPF-ലേക്ക് പിടിക്കുന്നത്. റിട്ടയർ ആയെന്ന ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന അതാണെന്നുണ്ടെങ്കിൽ തുച്ഛമായ 1000 രൂപയ്ക്ക് താഴെ മാത്രമാണ്. എനിക്കും 70 വയസ്സായ ഒരാളാണ്. ഞാനും ഇപ്പോൾ എൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു പുറത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റ് സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ ഇതേ അവസ്ഥ തന്നെയാണ്. റോഡൻ ഫണ്ട് പെൻഷൻകാരുടെ ഏറിയ ആളുകളുടെയും ഇത്തരത്തിൽ വാർദ്ധക്യത്തിലും മറ്റ് പണിയെടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. പ്രതിഷേധം എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊന്നും വ്യത്യസ്തമായി, ഞങ്ങളെ പെൻഷൻകാരാണെങ്കിലും വ്യത്യസ്തമായ രാഷ്ട്രീയ സംഘടനയിലും രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള ആളുകളാണ്. പക്ഷേ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻകാരുടെ ആവശ്യമെല്ലാം പൊതുവായിട്ടുള്ള ഒരു ആവശ്യമാണ്. കേന്ദ്ര ഭരണകക്ഷികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ റോഡൻ ഫണ്ട് പെൻഷൻകാരും അവരുടെ കുടുംബാംഗങ്ങളും വോട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് ഇത്തവണ വോട്ട് ചെയ്യേണ്ട എന്നുള്ള നിലയിലാണ്. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ തന്നെ ഏകദേശം 66,000 കോടി രൂപ റോഡൻ ഫണ്ടിൽ കിടക്കുകയാണ്, അവകാശങ്ങളില്ലാതെ കിടക്കുകയാണ്. അതിൻ്റെ ഒരു ശതമാനം എടുത്ത് കൊടുത്താൽ പോലും ഒരാളിന് മിനിമം 10,000 രൂപ പെൻഷൻ പ്രതിമാസം പെൻഷൻ കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുമാത്രമല്ല, റോഡൻ ഫണ്ടിലുള്ള നിക്ഷേപത്തിൻ്റെ പലിശയുടെ 14% മാത്രമാണ് ഇപ്പം പെൻഷനായി ഉപയോഗിക്കുന്നത്. 25% പെൻഷനായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരാശരി മിനിമം ഒരു 10,000 രൂപ ഒരു റോഡൻ ഫണ്ട് പെൻഷനർക്ക് പെൻഷനായി കൊടുക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു നിലപാടിന് സ്വീകരിക്കാത്തതിനെതിരായിട്ടാണ് കേന്ദ്ര ഭരണകക്ഷിക്ക് എതിരായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കണമെന്ന് ആർലിന കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പല പ്രതീക്ഷകൾ നമുക്കുണ്ടായിരുന്നു. 10 വർഷം കഴിയുമ്പോൾ നല്ലൊരു പെൻഷൻ കിട്ടുമെന്നാണ് അന്നത്തെ അഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ 85 ഇവിടെ ജയമോനി മിൽസിൽ ജോലിക്ക് കയറി 37 കൊല്ലം ജോലി ചെയ്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് 2,200 രൂപയ്ക്കകത്തുള്ള പെൻഷനാണ് എനിക്ക് കിട്ടുന്നത്. 2,200 എന്ന് പറയുമ്പോൾ എനിക്ക് 4,000 രൂപ എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ മാത്രം വേണ്ടി വരും ഒരു മാസം. പിന്നെ ഒരു കാര്യം നടക്കില്ല. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികളെ ഞാൻ പാടുപെട്ട് ജയമന്നമെല്ലാം പൈസ കൊണ്ടുതന്നെ എല്ലാം കഴിച്ച് അയച്ചെങ്കിലും അല്ലാതെ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വയസ്സുകാലത്ത് PF-നെ കൊണ്ട് നല്ലൊരു ആനുകൂല്യം ഉണ്ടെന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെല്ലാം തകിടം മറിഞ്ഞു. ഇപ്പം ഒരു ആനുകൂല്യമില്ല. PF-ലാണെങ്കിൽ എത്രയോ കോടി രൂപ കെട്ടിക്കിടക്കുന്നു അവകാശങ്ങളില്ലാതെ. അതിൻ്റെ ഒരു ഇതുപോലും ഇപ്പോൾ അവർ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നമുക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം നമുക്ക് തരുന്നില്ല. പല സമരങ്ങൾ നടത്തി, എന്നിട്ടും യാതൊരു ഇതുമില്ല. ഒരുപാട് കണക്ക് പ്രതീക്ഷ ഒന്നും വേണ്ട. ഒരു 5,000 രൂപയെങ്കിലും കിട്ടിയെങ്കിൽ നമുക്ക് അതുകൊണ്ട് 2,100 രൂപയ്ക്കകത്തുള്ള പെൻഷനേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ആ 2,100 പറയുമ്പോൾ നമുക്ക് 4,000 രൂപ വരെ എനിക്കൊരു ഇപ്പം ഞാനൊരു ഹാർട്ടിൻ്റെ ചെറിയൊരു രോഗിയും കൂടെയാണ്. ദിവസം 3 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം വലിയ ഗുളിക മരുന്നുകളാണ്. അങ്ങനെ പറയുക 4,000 രൂപ വേണം, അതിന് മാത്രം വേണം. പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ
പിന്നെ മക്കളെന്ന നിലയിൽ അവരെന്തെങ്കിലും തരുമെന്നുള്ളതല്ല. പക്ഷെ നമ്മളെ ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും അവർക്കൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഒരു നമുക്ക് അവകാശപ്പെട്ട ഒന്നും നമുക്ക് കിട്ടുന്നുമില്ല. നമ്മൾ ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് യാതൊരു ഇതും നമുക്ക് ബെനിഫിറ്റ് ഇല്ലാതെ നല്ലൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ഈ അന്നൊരു പെൻഷൻ പദ്ധതി വന്നപ്പോൾ നല്ലൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. നമുക്ക് 10 വർഷം കഴിയുമ്പോൾ നല്ലൊരു ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് തേടം പറഞ്ഞ് നമ്മളെല്ലാം അവസരമായി ഒന്നും ചെയ്യാത്തവരായി, ഒന്നിനും കൊള്ളാത്തവരായി ഇപ്പം ഈ തുച്ഛമായ വേതനം കൊണ്ടാണ് നമ്മളിപ്പം കഴിയുന്നത്. എന്തെങ്കിലും കിട്ടുന്നത് പ്രതീക്ഷ ഇപ്പോഴും മനസ്സിനകത്തുണ്ട്. അത് ഭാവിയിൽ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ അത് സർക്കാർ രാജ്യമല്ലേ കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു പ്രതീക്ഷ മറ്റേ പുലർത്തി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ പൈസയാണ് ഞങ്ങൾക്ക് തിരിച്ചു തരാനുള്ളത്. അതായത് ഒരു 60,000 കോടി രൂപ തന്നെ അൺക്ലെയിംഡ് ഫണ്ടായിട്ട് കിടക്കുകയാണ് PF-ൽ. അതിൻ്റെ പലിശ തന്നെ നമുക്ക് തന്നാൽ മതി. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊന്നും ഒരു പൈസ എടുത്ത് ഈ പാവപ്പെട്ട നമുക്ക് പെൻഷൻകാർക്ക് തരേണ്ട കാര്യമില്ല. പക്ഷേ അത് ഇവർ തരാതെ അത് പല വകുപ്പിലും മാറ്റിയെടുത്തിട്ട് ഈ പെൻഷൻകാരെ വളരെ ബുദ്ധിമുട്ടിച്ച് ആണ് ഇപ്പോൾ ഇവർ പെൻഷൻ തരുന്നത് തന്നെ. ഇത് ഞങ്ങൾക്ക് ഒരുപാട് ചികിത്സാ സൗകര്യങ്ങൾ ഇവരെല്ലാം വെട്ടിക്കുറച്ചിട്ടുണ്ട്. റെയിൽവേ ടിക്കറ്റിൻ്റെ ഇത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇത് ഈ പലിശ ഇനത്തിൽ തന്നെ PF-ൽ നമ്മളുടെ പൈസ തന്നെ കിടക്കുന്നതിൻ്റെ പലിശ ഇനത്തിൽ ഒരു 23% ഞങ്ങൾക്ക് ഈ ഇത്രയും ആൾക്കാർക്കുള്ള പെൻഷൻ തരുന്നത്. അതൊരു 50% ആക്കിയിരുന്നാൽ പോലും 10,000-ന് മുകളിൽ നമുക്ക് ഇത്രയും പെൻഷൻകാർക്കും കിട്ടും. ആ ഒരു കണക്ക് നമ്മൾ വിവരാവകാശ നിയമം വഴിയാണ് ഇത്രയും ഈ ഫണ്ട് ഉണ്ടെന്നുള്ളത് തന്നെ അറിഞ്ഞിട്ടുള്ളത്. അത് തന്നാൽ മതി. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊന്നും കൂടുതൽ പൈസ ഒന്നും അനുവദിക്കണ്ട. ഇത്രയും ഈ ഇന്ത്യ കിടക്കുന്ന എല്ലാ പെൻഷൻകാർക്കും ഞങ്ങളുടെ പൈസയുടെ പലിശ മാത്രം തന്നാൽ മതി. അത് മാത്രമേ ഉള്ളൂ ഒരു അപേക്ഷ ഉള്ളത്. പക്ഷെ അത് ഇപ്പോഴും തന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഒറ്റക്കെട്ടായിട്ട് നിന്ന് വോട്ട് ഞങ്ങൾ നിഷേധിക്കും. ഞങ്ങളുടെ വോട്ട് ആർക്കും കൊടുക്കുന്നില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. 10-15,000 രൂപ അടുപ്പിച്ച് നമുക്ക് കിട്ടാനുള്ളതാണ്. പക്ഷെ അതൊന്നൊക്കെ അവർ വെട്ടിക്കുറച്ചാണ് ഇപ്പോൾ ഇത്രയും തരുന്നത് തന്നെ. അതൊരു 10,000 രൂപയെങ്കിലും ആക്കിയാൽ വളരെ ഉപകാരം. ഓരോ മാസം ഈ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട്. ഞാനൊരു ക്യാൻസർ പേഷ്യൻറ്റും കൂടെയാണ്. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെ ഇപ്പോൾ വർഷങ്ങളായെങ്കിലും ഇപ്പോഴും അതിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അപ്പം മക്കൾ തന്നാലേ നമുക്കും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ESI ആനുകൂല്യം വല്ലതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് കുറേ മരുന്നെങ്കിലും അങ്ങനെ കിട്ടും. പിന്നെ ഓരോരുത്തർ എടുത്തു കഴിഞ്ഞാൽ എന്നെക്കാളും കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമുക്കിപ്പം മക്കളിപ്പം വല്ലതും തരുന്നത് നമ്മൾ കഴിയുന്നു. മക്കൾ നോക്കാത്ത ഒരുപാട് ആൾക്കാരും ഈ പെൻഷൻ 1000 രൂപ 500 രൂപ വാങ്ങിക്കുന്നത് എൻ്റെ അറിവിൽ തന്നെ ഹാൻഡെക്സിൽ ജോലിയുള്ള ഒരുപാട് അമ്മമാർക്ക് 500 രൂപ പെൻഷനായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ അസുഖമൊക്കെ വന്ന് വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടായാൽ വളരെ നല്ലതെന്ന് പറയാം. ബുദ്ധിമുട്ടാണ്. കാരണം ചിലപ്പം ഞാനിപ്പോൾ ഒരു ലിവർ പേഷ്യൻ്റ് രോഗിയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ മാസം തോറുമുള്ള ചിലവുണ്ട്. അതുപോലെ ലിവർ പേഷ്യൻ്റ് മാത്രമല്ല, ഷുഗർ ഇത് ഗവൺമെൻറ്റിനുണ്ട്. അപ്പം ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തന്നെ ഇൻസുലിൻ വാങ്ങിയാണ് നല്ലൊരു എമൗണ്ട്. അപ്പം ഇപ്പം എനിക്ക് കിട്ടുന്നത് 3000 കിട്ടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഒന്നിനും തയ്യുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മളെ ഒരു എമൗണ്ട് ഒരു 25% എമൗണ്ട് അടയ്ക്കണം. അതിൻ്റെ ഒരു തുച്ഛമായ ഒരു പലിശയാണ് നമുക്ക് തരുന്നത്. അപ്പം കിട്ടേണ്ട ഒരു 10-15 രൂപ അടുപ്പിച്ച് കിട്ടേണ്ടതാണ്. പക്ഷേ അവർ ഈ നമുക്കൊന്നും അറിഞ്ഞില്ല എവിടെയെങ്കിലുമുള്ളൊരു കാൽക്കുലേഷൻ ചെയ്താണ് അവരുടെ തരണത്. കഴിഞ്ഞ പിന്നെ സർവീസും പിന്നെ വയസ്സും ഇതെല്ലാം കൂടി ചേർത്തൊക്കെയാണ് തരണത്. കാരണം ഇപ്പം ഈ രോഗാവസ്ഥയിൽ എനിക്ക് വേറെ ജോലിക്ക് പോകാനും പറ്റില്ല. എല്ലാവർക്കും ഈ എമൗണ്ട്. അപ്പം എനിക്ക് ഇപ്പം ഞാൻ ഈ 2019 ഇറങ്ങിയിട്ട് എനിക്ക് ഒരു 3000 കിട്ടും. പക്ഷേ അതിന് മുമ്പ് ഇറങ്ങിയേക്ക് പിന്നെ 500-600 രൂപയൊക്കെയാണ് കിട്ടുന്നത്. 1 രൂപ കിട്ടുന്ന ആൾക്കാരുണ്ട് കേരളത്തിൽ. 54 പേരുണ്ടെന്നാണ് എൻ്റെ കണക്ക് പ്രകാരം. 1 രൂപ മാസം കിട്ടുന്ന 54 പേരുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ ആ 1 രൂപ കൊണ്ട് പിന്നെ EPL ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പം 3000 വാങ്ങിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ ഈ 3000 കിട്ടുള്ളൂ. അപ്പോൾ അത് കൂട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഒരു കഷ്ടപ്പാടെന്നൊരു അതാണ്. കാരണം നമുക്ക് ഓരോ വർഷത്തിലും ജീവിത നിലവാരം നോക്കുകയാണെങ്കിൽ കൂടി വരെയാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് വെച്ച് നമുക്ക് ഈ മാസം മുന്നോട്ട് പോകാൻ പറ്റും. അവർ പിന്നെ അധികാരത്തിൽ വന്നതും പറഞ്ഞതെന്താണ്, ഏറ്റവും കുറഞ്ഞ പെൻഷന് 3000 പ്ലസ് DA ആണ്. പക്ഷെ അങ്ങനെ ഒരു ഇത് വന്നെങ്കിൽ ഇപ്പം നല്ലൊരു എമൗണ്ട് ആൾക്കാർ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. ഈ ലക്ഷം കോടികളാണ് ഈ PF കിടക്കുന്നത്. അതിൽ ഓരോ വർഷം തോറും 52,000 കോടി രൂപയാണ് ഈ പരിശീലനത്തിൽ കിട്ടുന്നത് ഗവൺമെൻറ്റിന്. അതിൽ 15,000 കോടിയാണ് പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം അവർ ചിലവാക്കുന്നത്. വീണ്ടും മിച്ചമാണ്. ഇത്രയും പൈസ മിച്ചം കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്തോളം
ഒന്നുകിൽ ഒരു ഡി എങ്കിലും ഒരു മാക്സിമം ഇത് വെച്ചിട്ട് ഒരു ഡി എങ്കിലും കഴിക്കുമെങ്കിൽ ഒരു മാസം തോറും അങ്ങനെ മാറി പോയി. അതങ്ങനെ ഒരു ഇതില്ലല്ലോ. ഞാൻ 37 വർഷം നാഷണൽ ട്രസ്റ്റ് കോർപ്പറേഷനിൽ ജോലി ചെയ്ത ഒരു ജീവനക്കാരനാണ്. എനിക്കിപ്പോൾ നിലവിൽ കിട്ടുന്ന പെൻഷൻ വെറും 2700 രൂപയാണ്. അപ്പം നമ്മൾ ഈ ഉയർന്ന ശമ്പളത്തിന് ആനുപാതികമായി പെൻഷൻ കിട്ടണമെന്ന് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി നമുക്ക് അനുകൂലമായിട്ട് വിധിച്ചിട്ട് പോലും അതിനെതിരെ സർക്കാരും ഈ EPS അംഗങ്ങൾക്ക് എതിരായിട്ട് തന്നെ അപ്പീൽ പോയി. അത് വളരെ വഞ്ചനാകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഇത്രയും 58 വയസ്സ് വരെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പണിയെടുത്തിട്ട് നിസ്സാരമായ പെൻഷനാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ വയസ്സുകാലത്ത് മറ്റുള്ള എന്തെങ്കിലും പണിക്ക് പോയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മിനിമം പെൻഷൻ ഒരു 9000 രൂപയെങ്കിലും കിട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ സർക്കാർ നമുക്ക് അനുകൂലമായിട്ട് നിലപാടല്ല ഇപ്പോൾ എടുക്കുന്നത്. വളരെ കഷ്ടമാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. പിന്നെ നമുക്ക് ഈ ചികിത്സാ സൗകര്യം ESI ആനുകൂല്യം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ESI ആനുകൂല്യം പോലും ഇപ്പോൾ ഇല്ല. പിന്നെ സീനിയർ സിറ്റിസൺ ഉള്ള നിലയ്ക്ക് നമുക്ക് റെയിൽവേ ടിക്കറ്റ് ഇളവുണ്ടായിരുന്നു, അതും സർക്കാർ നിർത്തിക്കളഞ്ഞു. ഇതൊക്കെ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നിരന്തരം സമരങ്ങൾ ചെയ്യുകയാണ്. പിന്നെ അനുകൂലമായ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ശമ്പളത്തിൻ്റെ മാനേജ്മെൻറ്റിൽ വിഹിതത്തിൽ നിന്നും ഒരംശം ഈ PF പെൻഷനിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഈ ഒരുപാട് പൈസ അവിടെ ഉണ്ടെന്നാണ് അവർ തന്നെ കണക്ക് പറയുന്നത്. അതിൻ്റെ പലിശ തന്നെ പ്രതിവർഷം എത്രയോ കോടി വരുന്നുണ്ട്. അതിൻ്റെ ആ പൈസകളെടുത്ത് നമുക്ക് തന്നാൽ മതിയായിരുന്നു, നമുക്കത് ജീവിക്കാൻ പറ്റുമായിരുന്നു. അതുപോലും തരുന്നില്ല. ഈ വയസ്സിലും ജോലിക്ക് പോയാലേ ജീവിക്കാൻ തന്നെ. എനിക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് 3035 രൂപയാണ്. 33 വർഷത്തെ സർവീസ് ചെയ്തിട്ട് ഞങ്ങളുടെ പെൻഷൻ ഫണ്ടിലേക്ക് 24% പിടിച്ചിട്ടാണ്, നമ്മുടെ PF-ൽ നിന്നുള്ള വിഹിതം പിടിച്ചിട്ടാണ്, അതിൻ്റെ ഒരു പങ്കാണ്. അതുപോലും തികച്ചു തരുന്നില്ല. ശരിക്കും ഇപ്പം എൻ്റെ ഇത് അവർ പിടിച്ച കണക്കാക്കി എനിക്കൊരു 10-12,000 രൂപയെങ്കിലും പെൻഷൻ കിട്ടും. ഒരു 12,000 രൂപയ്ക്കകത്ത് പെൻഷൻ കിട്ടേണ്ടതാണ്. ഇതിപ്പോൾ എത്ര മാസമായി ഇങ്ങനെ? ഇതിപ്പോൾ പെൻഷനായ സമയം മുതൽ പോകാൻ എങ്ങനെയാണ്? എന്നാൽ നമുക്ക് ആരെ ആശ്രയിക്കാതെ ഇതുപോലെ ഈ നൈറ്റൊന്നും ഉറക്കമൊഴിയാതെ, എനിക്കാണെങ്കിൽ ഷുഗറിൻ്റെ അസുഖമുണ്ട്, BP ഉണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ അസുഖമുണ്ട്. ഈ 3000 രൂപ കിട്ടണമെന്ന് വെച്ചാൽ മരുന്ന് വാങ്ങാനതേ ഉള്ളൂ. ESIയിലും പഴയതുപോലുള്ള ആനുകൂല്യമൊന്നുമില്ല. ഇതേപോലെ ചേട്ടന് ഒപ്പമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ ഈ ഇടയ്ക്ക് എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അയാളും സെക്യൂരിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് 1200 എന്തോ പെൻഷനേ ഉള്ളൂ. സർവീസ് കുറവായിരുന്നുകൊണ്ട് അയാൾക്ക് സ്ട്രോക്ക് വന്ന് അയാൾ വീട്ടിൽ കിടപ്പാണ്. അപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഈ ഉള്ളതിൻ്റെ വിഷമത്തിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു 500 രൂപ അയാളെ സഹായിച്ചിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ അത്ര സഹായിച്ചു പോകും. അങ്ങനെയുള്ള അവസ്ഥയുള്ള ധാരാളം പേരുണ്ട്. 1000, 1200, 900 ഒക്കെ പെൻഷൻ വാങ്ങിക്കുന്ന നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ അവരെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ പണിമുടക്കുക അല്ലെങ്കിൽ സമരം പ്രതിഷേധ ധർണയ്ക്കൊക്കെ വിളിക്കാൻ പോയാൽ അവരെ അവസ്ഥ കണ്ട് നമുക്ക് കയ്യിരിക്കുന്ന, നമുക്ക് ചായ കുടിക്കേണ്ട പൈസ എടുത്ത് അവർക്ക് കൊടുത്തിട്ട് വരേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ ധാരാളം പേരുണ്ട്. മാറ്റം ഉണ്ടാവുമെന്ന് ഇതുവരെയായിട്ട് ഇവരുടെ ഈ ഭരണത്തിൽ ഉണ്ടാവുമെന്നുള്ള ഏതൊരു പ്രതീക്ഷയും കേന്ദ്ര സർക്കാരിൻ്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെ ഉണ്ടാവുമെന്നുള്ള ഏതൊരു പ്രതീക്ഷയും നമുക്കില്ല. ഇപ്പം ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത് കേന്ദ്ര സർക്കാരിന് എതിരായിട്ട് അവർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ്. സംസ്ഥാനത്തും അഖിലേന്ത്യാ തലത്തിലും ഉള്ള സംഘടനകളും പെൻഷൻകാരുടെ സംഘടനകളെല്ലാം ചേർന്ന് ഹൈക്കോടതിയിൽ കേസിന് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ശമ്പളത്തിന് ആനുപാതികമായി പെൻഷൻ അനുവദിക്കണം എന്നുള്ള വിധിയുണ്ടായി. എന്നാൽ കാലാന്തരത്തിൽ പ്രോഡംഫണ്ട് റീജിയണൽ ഓഫീസും അതുപോലെ തന്നെ പ്രോഡംഫണ്ടിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള ഓഫീസുകളും എല്ലാം തന്നെ ഈ കോടതി വിധി റദ്ദാക്കുന്നതിലേക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വീണ്ടും റിവിഷൻ പെറ്റീഷൻ കൊടുക്കുകയുണ്ടായി. ഈ റിവിഷൻ പെറ്റീഷൻ കൊടുത്തതിൽ ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതി വിധിക്ക് എതിരായി ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് കക്ഷി ചേർന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റും EPFOയും ചേർന്ന് കക്ഷി ചേർന്ന് കൊടുത്ത ഈ കേസിൽ സുപ്രീം കോടതി അവസാനമായി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ കേരള ഹൈക്കോടതിയെയും അതിനെ തുടർന്ന് സുപ്രീം കോടതിയും അംഗീകരിച്ച വിധിയിൽ ഒരുപാട് ഭേദഗതികൾ വരുത്തിക്കൊണ്ട് തൊഴിലാളിക്ക് ഒട്ടും ഗുണകരമല്ലാത്ത ഒരു വിധിയാണ് ഉണ്ടായത്. തുടർന്ന് മുമ്പ് ഹയർ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നവരിൽ നിന്നെല്ലാം തന്നെ ആ തുക തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 10,000 രൂപയ്ക്ക് താഴെയൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ 1000 രൂപയ്ക്ക് താഴെയാണ്. 2 രൂപ പെൻഷൻ കിട്ടുന്നവരുമുണ്ട്. ഒരു കേരളത്തിലെന്നല്ല രാജ്യത്തൊരിടത്തും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്. സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള വാർദ്ധക്യത്തിൽ
ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും മറ്റ് രാജ്യങ്ങളിലെല്ലാം ലഭിക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ സ്ഥിതി വളരെ തികച്ചും വ്യത്യസ്തമാണ്. രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും രാജ്യത്തിൻ്റെ സ്വളർച്ചയ്ക്കും വേണ്ടി രാപ്പകലില്ലാതെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട തൊഴിലാളികളെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ 1973 സർവീസിൽ കയറി, 2009 റിട്ടയർഡായി. 36 വർഷം എനിക്ക് സർവീസ് ഉണ്ടായിരുന്നു. പ്രകാരം ഒരു 10-15,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ് കിട്ടേണ്ടതാണ്. കോടിക്കണക്കിന് രൂപ ആളില്ലാതെ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത കാശ് നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ഞങ്ങൾ 3 പ്രാവശ്യം ഈ വയസ്സുകാലത്ത് ഡൽഹിയിൽ പോയി സമരം. അവിടെ പോയി സമരം ചെയ്തിട്ടും ഒരു പ്രയോജനവുമില്ല. പിന്നെ നമുക്ക് സീനിയർ സിറ്റിസൺ എന്നുള്ള ഇതിലുണ്ടായിരുന്ന റെയിൽവേ അത് പോയി. ഒരു മാസം 4,000 രൂപ എനിക്ക് മെഡിസിൻ വേണം. ക്രോണിക് ഡയബറ്റിക്കും അതിൻ്റെ മറ്റേ ഹാർട്ട് എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആളാണ്. വളരെ പാടായിട്ടാണ് ഇങ്ങനെ പോണത്. യഥാർത്ഥത്തിൽ ഇപ്പം വ്യവസായ സ്ഥാപനങ്ങളെന്ന് പറയാൻ പോലും ഇല്ല. ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള വിജയമോഹിനി മില്ലാണ്. ആ വിജയമോഹിനി മില്ല് 129 മില്ല് അഖിലേന്ത്യാ തലത്തിലുണ്ടായിരുന്നു നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിൽ. ആ മില്ലുകളിൽ ഏറെക്കുറെ അധികവും അടച്ചുപൂട്ടി. ഇപ്പം അവസാനമായി 23 മില്ലുകൾ മാത്രമാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ കോവിഡിൻ്റെ സമയത്ത് കോവിഡിൻ്റെ മറവിൽ ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ റാ മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഈ 23 മില്ലുകളും അടച്ചുപൂട്ടി. കോവിഡ് കഴിഞ്ഞു. ജനജീവിതം സാധാരണ നിലയിലായിട്ടും 5 വർഷമായി അടച്ചുപൂട്ടിയ 23 മില്ലുകളും തുറന്ന് പ്രവർത്തിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള മില്ലുകളാണ്. അപ്പോൾ ആ മില്ലുകളിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പണിയെടുക്കുന്ന ദിവസങ്ങൾക്കല്ല ശമ്പളം, പണിയെടുത്ത ഉൽപ്പാദനത്തിനാണ് ശമ്പളം. സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ രാവിലെ പോയി ഒപ്പിട്ടിട്ട് വൈകുന്നേരം ഇറങ്ങുമ്പോഴത്തേക്ക് ശമ്പളം ഉറപ്പാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. 8 മണിക്കൂർ ജോലിക്ക് 100 കിലോ എടുക്കേണ്ട ഒരു തൊഴിലാളി 8 മണിക്കൂർ ജോലിക്ക് 80 കിലോ എടുത്തിട്ടുള്ളൂ എങ്കിൽ 80 കിലോ വേജസേ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വീക്കിലി ഓഫ് ഇല്ല. 26 ദിവസം 30 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഓഫില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ ദുരിതപൂർണമാണ്. ഇതൊന്നും സാധാരണ ജനങ്ങൾക്കറിയില്ല. ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊഴിലാളികൾക്ക് ഒരുപാട് ക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നുള്ള വ്യാജമായ പ്രചരണം മാത്രമാണ് ഇന്ന് നടക്കുന്നത്. വ്യവസായ സ്ഥാപനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള വ്യവസായങ്ങൾ മൊത്തവും അടച്ചുപൂട്ടിക്കഴിഞ്ഞു. തൊഴിലാളികളെല്ലാം തൊഴിലില്ലാതെ ഇന്ന് തെരുവിൽ അലയുകയാണ്.